ഹലോ ഗൈസ്. അപ്പോൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ പേപ്പർ ക്രംബ്ലിംഗ് എഫക്റ്റ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളത്. എന്നാൽ ഇന്ന് സെയിം പേപ്പർ ക്രംബ്ലിംഗ് എഫക്റ്റ് തന്നെ എന്നാൽ അതൊരു പ്ലഗിനായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഡാവിഞ്ചി റിസോൾവ് യൂസേഴ്സിനായിട്ട്. എന്നാൽ ആ പ്ലഗിനെ പരിചയപ്പെടുത്തുകയും ആ പ്ലഗിൻ ഉപയോഗിച്ച് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇതാണ് ആ പ്ലഗിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലഗിൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഫ്രീ വെർഷനിൽ ഈ ട്രാൻസിഷൻ കാണത്തില്ല, പേപ്പർ ചുരുട്ടുന്നതിൻ്റെ ആ ട്രാൻസിഷൻ കാണത്തില്ല. പക്ഷേ അത് പ്രോ V2 എന്ന് പറയുന്ന ഇതിനകത്ത് ഈ പറയുന്ന ട്രാൻസിഷനുണ്ട് പേപ്പർ ചുരുട്ടുന്നതിൻ്റെ. 2552 രൂപയാണ് അതിന്. നമുക്കിപ്പോൾ തൽക്കാലം ഡാവിഞ്ചി റിസോൾവിലേക്ക് തന്നെ പോകാം. ഞാൻ ഇവിടെ ഒരു പുതിയൊരു ടൈം ലൈനും എല്ലാം ക്രിയേറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഫക്ട്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ മിസ്റ്റർ ജസ്റ്റിൻ എഡിറ്റ്സിൻ്റെ പേപ്പർ ആനിമേറ്റർ പ്ലഗിൻ കാണാൻ പറ്റും. അഥവാ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല എങ്കിൽ ജനറേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ മിസ്റ്റർ ജസ്റ്റിൻ എഡിറ്റ്സിൻ്റെ സെക്ഷനിൽ പേപ്പർ ആനിമേറ്റർ തന്നെ ഉണ്ട്. അത് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഇടുക. അതുമാത്രമല്ല ഞാനിവിടെ ഒരു സോളിഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തേക്കുന്ന ആ എഫക്റ്റ് കറക്റ്റായിട്ടൊന്ന് കാണാനായിട്ട് കുറച്ച് ഇരിക്കട്ടെ. നമുക്ക് ആ സോളിഡ് കളറ് നമുക്കൊരു ഗ്രീൻ സ്ക്രീൻ ആക്കാം. ഇതാ ഗ്രീൻ കളറുണ്ട്. മാത്രമല്ല ഇനി നമുക്ക് വേണ്ട ഒരു ഇമേജാണ്. ഞാൻ എന്താണ് തൽക്കാലം ഇതിൽ ഇമേജ് മാത്രമല്ല വീഡിയോയും വർക്കാവും. ഞാൻ എന്താണ് ഇവിടെ ഈ ലെനോവോ തിങ്ക് പാഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പേപ്പർ ആനിമേറ്ററിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്പെക്ടർ വിൻഡോയിൽ ഇവിടെ ഡ്രാഗ് ക്ലിപ്പ് ഹിയർ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിടുക. ഈ ഒരു ക്ലിപ്പ് റെൻഡർ ആവുന്ന സമയത്ത് ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ വിൻഡോയിലുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മാസ്റ്റർ കൺട്രോൾ ഉണ്ട്, ക്ലിപ്പ് കൺട്രോൾ എന്നുണ്ട്. മാസ്റ്റർ കൺട്രോളർ ഈ പറയുന്ന ഫുൾ ആ ഒരു ജനറേറ്ററിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു സെറ്റിങ്സ് ആണ്. അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും അതിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ക്ലിപ്പ് കൺട്രോളാണ് നമ്മുടെ ആഡഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അതിൻ്റെ സെറ്റിങ്സ് തീരുമാനിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ താഴെ വരുമ്പോൾ എഫക്ട്സിൽ സ്ക്രീൻ കൺട്രോൾസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിന് താഴെയായിട്ട് പേപ്പർ കൺട്രോൾ ഉണ്ട്. ആ പേപ്പർ കൺട്രോളിലാണ് ആ പേപ്പറിൻ്റെ സൈസ് എത്ര വേണം, ടെക്സ്ചർ എത്ര വേണം, എഡ്ജിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര, അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ട്വീക്ക് ചെയ്ത് കണ്ടുപിടിക്കുക ഏതാണ് ബെറ്റർ എന്ന്. പിന്നെ അതുപോലെ തന്നെ ഷാഡോ കൺട്രോളും ഉണ്ട്. ഈ പറയുന്ന എഫക്റ്റിന് ഒരു ഷാഡോ ഉണ്ട്. അപ്പോൾ ആ ഷാഡോൻ്റെ കൺട്രോളിന് ഈ ഒരു സെറ്റിങ്സ് ട്വീക്ക് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല ഇതിനൊരു മൂവ്മെൻറ്റ് കൺട്രോളും ഉണ്ട്. അപ്പോൾ ഇത് വിഗിൾ ഒരു എഫക്റ്റ് ഉണ്ട്. ആ വിഗിൾ എഫക്റ്റിന് വേണ്ടി അതിന് എത്രത്തോളം സ്ട്രെങ്ത് വേണമെന്നുള്ളത് ഇവിടെ നമുക്ക് ഈ പറയുന്ന സ്ലൈഡർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് കണ്ടല്ലോ. ഓ ഇതെന്താ ബ്ലൂ ആയില്ലേ? ഗ്രീന്. സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തില്ല. ഓക്കെ, ഇപ്പം ശരിയായി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആനിമേഷൻ. ഇനി അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ പേപ്പർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഇമേജിൻ്റെ സൈസും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പോൾ ഇവിടെ ക്ലിപ്പ് കൺട്രോളിൽ ക്ലിപ്പ് സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇമേജിൻ്റെ സൈസ് കൂട്ടാം. ഇപ്പോൾ എഡ്ജ് തിക്നെസ് എന്ന് പറഞ്ഞൊരു കൺട്രോളുണ്ട് ഈ പേപ്പർ കൺട്രോൾസിനകത്ത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പേപ്പറിൻ്റെ സൈസ് കുറഞ്ഞത് നമുക്കത് കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഓക്കെ, ഇത്രയും മതി. എഡ്ജിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര വേണം നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം. ഇതിങ്ങനെ കൂടുതൽ ചുരുട്ടുന്ന പോലെ ആവത്തേ ഉള്ളൂ. നമുക്കത് മാത്രമല്ല എഡ്ജിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ളത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഷാഡോ കൺട്രോളും കൂടെ ഒന്ന് നോക്കാം. ഓൾറെഡി ഇവിടെ ബ്ലാക്ക് ആയിട്ട് ഒരു ഷാഡോ ഉണ്ടല്ലോ. ആ ഷാഡോയുടെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. ഞാൻ ഇപ്പോൾ ഇത്തിരി കുറച്ചിട്ടുണ്ട്. പറയുന്നുണ്ടോ ലൈറ്റ് ആവുന്നുണ്ട് വീണ്ടും. ഈ ഷാഡോയുടെ ആംഗിൾ അത് ഏത് ആംഗിളിലേക്കാണ് ഷാഡോ പോകേണ്ടത് അതൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഷാഡോ ഡിസ്റ്റൻസ്. ഷാഡോ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് എന്തോരം ദൂരം ആയിരിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് ഇത്തിരി കൂടുതലാണ്, അത് കുറയ്ക്കാം. അങ്ങനെ ഷാഡോയുടെ ആ ബ്ലർ എഫക്റ്റ് എത്രത്തോളം വരണം നമുക്ക് തീരുമാനിക്കും ഇതിൽ. ഇനി അത് മാത്രമല്ല നമുക്ക് മൂവ്മെൻറ്റ് സൈഡിലേക്ക് പോകാം. ഓൾറെഡി വിഗിൾ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. നമുക്ക് കുറച്ചൊന്ന് കൂട്ടി നോക്കാം. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് റെൻഡർ ആവട്ടെ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് മൂവ്മെൻറ്റ് നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്ലഗിനെ പറ്റി. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ.
അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.